കോഴിക്കോട് മാവൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. ബസ് ജീവനക്കാരെ ഒരു സംഘം മർദ്ദിച്ചു എന്നാരോപിച്ചാണ് സമരം. ജീവനക്കാരുടെ പരാതിയിൽ മാവൂർ പോലീസ് കേസെടുത്തു. മെഡിക്കൽ കോളേജിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും അടക്കമുള്ള യാത്രക്കാർ വലഞ്ഞു. തൊഴിലാളികൾക്ക് വേണ്ട സുരക്ഷിതത്വം, ബസ് തൊഴിലാളികൾക്ക് വേറെ ആർക്കും എന്തും കയറാ കുതിര കയറാ എന്നുള്ള നിലപാടാണ് എല്ലാവർക്കും ഉള്ളത്. ആ ഒരു നിലപാട് തിരുത്തുക. ഏത് സ്റ്റേഷനിൽ പോയാലും നമുക്കൊരു വില ഇല്ലാത്ത രീതിയിലാണ്. ആ നിലപാട് തിരുത്തിയേ പറ്റൂ. അല്ലാതെ ഞങ്ങളിതൊരു സമരത്തിന് ആഹ്വാനം ചെയ്യേ ബാക്കി അതിക്രമത്തിന് ഇതിനൊന്നും ഞങ്ങൾ ആരും പോകുന്നില്ല. ഒരു വണ്ടിയും അല്ലെ ഒരു ബസ്സിലെ ജീവനക്കാരും ബസ് ഓടുന്നില്ല എന്നുള്ള തീരുമാനം മാത്രമേ ഇതിന് എടുക്കുന്നുള്ളൂ. ഈ അടിയന്തരമായിട്ടുള്ള സ്ട്രൈക്ക് അത് വളരെയധികം അപകടം പിടിച്ചൊരു സംഭവമാണ്. കാരണം എത്രയോ ആൾക്കാർ മെഡിക്കൽ കോളേജിലായിട്ടും പിന്നെ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളും നേഴ്സുമാരിപ്പം ഇവിടുന്ന് ഡ്യൂട്ടിക്ക് പോകേണ്ട നേഴ്സുമാരൊക്കെ ഉണ്ട്. എല്ലാം ഇവിടെ ബുദ്ധിമുട്ടായി നിൽക്കുന്നത്. ഈ അടിയന്തരമായിട്ടുള്ള സ്ട്രൈക്ക് അതൊന്ന് പരിശോധിച്ച് ചെയ്യേണ്ടായിരുന്നു. തൊഴിലാളികളെ നാട്ടുകാർ കൈകാര്യം ചെയ്ത് പറഞ്ഞത് അതും തെറ്റന്നാണ്. അതിനും ഒരിക്കലും പാടില്ല. അതിന് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർ നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം സ്ട്രൈക്ക് ചെയ്താൽ മതിയായിരുന്നാണ് എൻ്റെ അഭിപ്രായം. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ നൽകും കോഴിക്കോട് നിന്ന്. ഷംസീർ, ആരൊക്കെയോ തല്ലി എന്നാണ് മനസ്സിലായത്. എന്തായാലും അതിന്റെ പേരിൽ ഒരു മിന്നൽ പണിമുടക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാവൂർ റൂട്ട് എന്ന് പറയുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജൊക്കെ ഉൾപ്പെടുന്ന പ്രദേശമാണ്. അതുകൊണ്ട് ആളുകൾക്കൊക്കെ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട് അത് വലിയ തരത്തിൽ ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുക്കാൻ ഇപ്പോൾ അധികൃതർ തയ്യാറായിട്ടുണ്ടോ? അതോ ഇന്ന് മുഴുവൻ മിന്നൽ പണിമുടക്ക് തുടരുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്? ജിൽസി, ഇങ്ങനെയൊരു സമരത്തിലേക്ക് നയിച്ച സംഭവം ഇന്നലെ വൈകിട്ട് 4 മണിയോട് കൂടി കോഴിക്കോട് അരീക്കോട് റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് ഒരു കാറുമായി ഉരസുന്നു. അതിനു പിന്നാലെ നാട്ടുകാരുമായി വാക്കുതർക്കമുണ്ടാകുന്നത് തെങ്ങിലക്കടവിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടെ വെച്ചത് അവസാനിച്ചതാണ്. പിന്നീട് രാത്രി പക്ഷേ നാട്ടുകാർ സംഘടിച്ചെത്തി ഡയമണ്ട് ബസ് സ്റ്റോപ്പിൽ വെച്ച് ബസ്സിന് കുറുകെ ഈ ബൈക്ക് നിർത്തി അതിൽ നിന്ന് നാട്ടുകാർ വന്നിറങ്ങി ബസ്സിനുള്ളിൽ വെച്ച് കണ്ടക്ടറെയും ഡ്രൈവറെയും ഒക്കെ മർദ്ദിച്ചു വന്നാണ് ബസ്സുകാർ ആരോപിക്കുന്നത്. തിരിച്ച് നാട്ടുകാർക്ക് മർദ്ദനമേറ്റുവെന്ന് അവരും ആരോപിക്കുന്നുണ്ട്. ഏതായാലും അതിന് പിന്നാലെയാണ് ഒരു ബസ് സമരത്തിലേക്ക് ബസ് ജീവനക്കാർ മാറിയിരിക്കുന്നത്. കോഴിക്കോട് മാവൂർ റൂട്ടിലോടുന്ന ബസ്സുകളെല്ലാം ഇപ്പോൾ സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ്. കോഴിക്കോട് മാവൂർ റൂട്ട് എന്ന് പറയുമ്പോൾ അത് എടവണ്ണപ്പാറ, അരീക്കോട്, എടവണ്ണ, ചെറുവാടി ഭാഗങ്ങളിലേക്കൊക്കെയുള്ള ബസ് റൂട്ടിനെ ബാധിക്കുന്ന വിഷയമാണ്. ഈ റൂട്ടിനിടയിൽ തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജും വരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന കൂടുതൽ ബസ്സുകളും ഈ റൂട്ടിലോടുന്ന ബസ്സുകളാണെന്ന പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബസ് സമരം വലിയ തോതിൽ ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്ന കാര്യം. ഈ ബസ് ജീവനക്കാരുടെ പരാതിയിൽ മാവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതിനിടയിൽ പോലീസും ബസ് ജീവനക്കാരും സംസാരിക്കുന്നുണ്ട് ഈ ബസ് സമരം അവസാനിപ്പിക്കാൻ വേണ്ടി. മിന്നൽ പണിമുടക്ക് നേരത്തെ ജിൽസി സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ബുദ്ധിമുട്ട് നാട്ടുകാർക്കൊക്കെ ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പോലീസും ബസ് ജീവനക്കാരും തമ്മിൽ സംസാരിക്കുന്നുണ്ട് സമരം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി. രാവിലെ ഓഫീസിൽ പോകാനും സ്കൂളിൽ പോകാനും ഒക്കെ ഇറങ്ങുമ്പോഴാണ് പലരും ഇങ്ങനെ സമരമുള്ള കാര്യം അറിയുന്നത്. ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ പോകാനുള്ള ആളുകൾ റോഡിലിറങ്ങി നിൽക്കുമ്പോഴാണ് സമരമുള്ള കാര്യം അറിയുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് വെള്ളിപ്പറമ്പിലാണ്. ഇവിടെ ഈ റൂട്ടിൽപ്പെട്ട കോഴിക്കോട് മാവൂർ റൂട്ടിൽപ്പെട്ട ബസ് ഓടുന്ന മേഖല കൂടിയാണിത്. ഇപ്പോൾ ഒരു ബസ് പോലും നമ്മൾ നിൽക്കുന്ന എത്ര സമയത്തിനുള്ളിൽ പോയിട്ടുമില്ല. എന്തായാലും പണിമുടക്ക് ഇപ്പോൾ തന്നെ തുടരുകയാണ്. അത് വല്ലാതെ ആളുകളെ വലയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അവിടെ നിന്ന് വെള്ളിപ്പറമ്പ് ഭാഗത്തൊക്കെ നിന്ന് മാവൂർ റോഡ് ഒക്കെ വരുന്ന പ്രദേശമാണ്, മിടിയവണക്ക് ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ആ ഭാഗത്ത് നിന്നൊക്കെ പ്രത്യേകിച്ച് നഗരത്തിലേക്കൊക്കെ പോകുന്ന ആളുകൾ, അപ്പം തന്നെ നഗരത്തിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആളുകളുണ്ടാവും. മെഡിക്കൽ കോളേജും അതിനടുത്ത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ വലിയ ഒരു പ്രശ്നം തന്നെ ആയിരിക്കും. എന്തായാലും ഇന്ന് മുഴുവൻ ഈ പണിമുടക്ക് തുടരുമോ അതോ ഏതെങ്കിലും ചർച്ചകൾക്ക് ശേഷം സർവീസ് പുനരാരംഭിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി അറിയേണ്ടത്. മുഹമ്മദ് ഷംസീറാണ് വിവരങ്ങൾ നൽകിയത്.